അപ്പോൾ ഇപ്പോൾ റൂറൽ ടബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും സാധാരണ പോലെ കണ്ടോ, എല്ലാം അതേപോലെ തന്നെ വീടുകൾ. ഇവിടെ കുട്ടീനെ കുളിപ്പിക്കുന്നുണ്ട് കാണാം. എല്ലാം സെയിം ആണ് കേട്ടോ, ഗ്രാമീണ ജീവിതം തന്നെയാണ് ഇവർ കാണിക്കുന്നത്. എല്ലാം സെയിം തന്നെയാണ് ഒരു ഓൾമോസ്റ്റ്. പക്ഷേ ഓരോരോ കാസ്റ്റ് ബേസ് തന്നെ ആയിരിക്കും, ഓരോ വീടും ഡിഫറൻസ് ആയിട്ട് കാണിക്കുന്നത് കാസ്റ്റ് ബേസ് തന്നെ ആയിരിക്കും. പക്ഷെ അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഗ്രാമത്തലവന്മാരതും അങ്ങനെയൊക്കെയാണ് ഒരു കർഷകരെ അങ്ങനെയൊക്കെയാണ് വീട് തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ നാട്ടിൽ പറയും നായമാര ഹൗസ്, പിന്നെ നമ്പൂരിമാരെ ഹൗസ്, അതുപോലെ തന്നെയാണ് വരിക. കാസ്റ്റ് ബേസ്ഡ് തന്നെയാണെന്ന് തോന്നുന്നു. ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പഴയ തറവാട്ടിൽ നടുമുറ്റം തന്നെയാണ്. നടുമുറ്റം പോലത്തെ ഒരു വീടാണിത് ഉണ്ടോ. ഇവിടുന്ന് ഇവർ നമ്മൾ നടുമുറ്റത്ത് തുളസിത്തറയൊക്കെ വെക്കും. പക്ഷെ ഇവർ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നു. ബാക്കിയെല്ലാം സെയിം, ഓൾമോസ്റ്റ് സെയിം. ഇവിടെ ചെറിയൊരു ഊഞ്ഞാല് പോലെ ഉണ്ട്. ബാക്കി ലേഡികളൊക്കെ അവരവരുടെ പണിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലത്തെ സെയിം ബാക്കി കണ്ട പോലെ തന്നെ സെയിം ഹൗസാണ്. ഓയിൽമാൻസ് ഹൗസാണ് ഇത്. എന്ന് പറഞ്ഞാൽ ചക്ക ആട്ടുക എന്ന് പറയും നാട്ടിൽ. ചക്കാട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ആൾക്കാരുടെ ഹൗസാണ്. ഇവിടെ ഒരു ലേഡി ഇരുന്ന് അലക്കണ കാണാം. സോപ്പൊക്കെ വെച്ച് വെള്ളമൊക്കെ എടുത്ത് അലക്കുന്ന കാണാം. കണ്ടോ, ഇവിടെ നമ്മളെപ്പോലെ ഇങ്ങനെ വലിയ കല്ല് വെച്ച് നമ്മളൊക്കെ നിന്നിട്ടാണ് ഇങ്ങനെ കല്ലിലിട്ട് അടിച്ച് അലക്കുക. പക്ഷെ ഇവിടെ അധികം ആൾക്കാർ ഇരുന്നിട്ട് അലക്കണതാണ് കണ്ടത്. ഇപ്പോഴും കാണാം നമുക്കത്. ഇരുന്നിട്ട് ഇങ്ങനെ നിലത്ത് വെച്ച് കുത്തിയിട്ട് അലക്കണ കാണാം. നമ്മളൊക്കെ നിന്നിട്ടാണല്ലോ അലക്കുക. ഇനി നമ്മൾ പോണത് പ്രസ് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലാണ്. അല്ല, അലക്കാണോ പ്രസ്? അലക്കുന്നതും തേക്കുന്നതും ഉള്ള ആൾക്കാരുടെ വീട്ടിലാണ്. എന്താ അവർ കണ്ടോ, കഴുതേൻ്റെ പുറത്താണ് ഭാണ്ഡങ്ങൾ വെച്ചിട്ട് കൊണ്ടുപോകണത്. അലക്കുകാരെ വീടാട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലായിടത്തും ബോർഡുണ്ട്, നമുക്ക് വ്യക്തമാക്കി തരും എന്ത് വീടാണ് കാര്യങ്ങളാണെന്നൊക്കെ. ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഷീപ്പ്, ആടുകളുണ്ടേ. ചെമ്മരിയാടും ആടുകളൊക്കെ ഉണ്ടല്ലേ. ആട്ടുകുട്ടി. പിന്നെ ഒരു ഡോഗ് ഇവിടെ കിടന്നുറങ്ങണു. ഓക്കെ. ഇവിടെ എന്താ വെച്ചാൽ ആടുകളെ നമ്മൾ ഈ ചെമ്മരിയാടിനെ കാണാൻ ഇവിടെ കണ്ടത് എന്താ വെച്ചാൽ, ഇത് ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, ഈ എന്താ പറയുക, വൂളെടുത്തിട്ട്, ചെമ്മരിയാടിൻ്റെ വൂളെടുത്തിട്ട് ബ്ലാങ്കറ്റ്സ് ഒക്കെ, കമ്പിളി കാണുന്നുണ്ട്, കമ്പിളി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വീടാണ്. അതാണ് നമ്മളവിടെ അവരുടെ തൊഴുത്തിൽ ചെമ്മരിയാടിനെ കാണാനുള്ള കാരണം. എന്താ വെച്ചാൽ അവർ ഈ ഇതവിടെയുണ്ട് കണ്ടില്ലേ, കമ്പിളി കണ്ടില്ല, നമ്മളെ പണ്ടത്തെ നോർമൽ കമ്പിളിയാണ് അത്. പണ്ട് നമ്മൾ കമ്പിളി എന്ന് പറഞ്ഞാൽ കാണുന്നത് ഈ ബ്ലാക്ക് കളറാണ്. മെയിനായിട്ട് നമ്മളിത് കാണുക അയ്യപ്പന്മാരാണ് ഇത് യൂസ് ചെയ്തിട്ട് പണ്ടൊക്കെ കാണാറുള്ളത്. ഇപ്പോഴാണ് കളർഫുള്ളൊക്കെ വന്നത്. പണ്ട് ഈ ബ്ലാക്ക് തന്നെ ഉണ്ടായി. ഇവിടെ അത് നെയ്യുന്നതും കാണാം കേട്ടോ, കമ്പിളി നെയ്യുന്നതും കാണാം. പണ്ട് ട്രഡീഷണലായിട്ട് നാടുകളിലൊക്കെ യൂസ് ചെയ്തത് ഈ ബ്ലാക്ക് കളറുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഇതുപോലത്തെ കമ്പിളികളൊക്കെ കാണാൻ കഴിയുന്നത്. ഈ ഒരു കളിക്കുന്ന കുട്ടി ഇങ്ങനെ നടക്കുന്ന ഈ വോക്കറില്ലേ, പണ്ടത്തെ വോക്കറാണ് ഇത് മെയിൻ മൈസൂരാണ്. മൈസൂർ ചന്നപ്പട്ടണ ഇതിൻ്റെ മെയിൻ കേന്ദ്രം കേട്ടോ. ഇങ്ങനത്തെ കളിസാധനങ്ങളൊക്കെ, മരത്തിൻ്റെ കളിസാധനങ്ങളൊക്കെ കിട്ടുന്ന മെയിൻ കേന്ദ്രമാണ് ചന്നപ്പട്ടണ. വഴികളൊക്കെ എങ്ങനെയാണ് കേട്ടോ, വലിയ വെയിലൊന്നും നമുക്ക് കൊള്ളൂല. അപ്പം മഴയും പെയ്തുകൊണ്ട് അധികം വെയിലുമില്ല.
ഇനിയിപ്പോൾ അടുത്ത വീട്, എല്ലാ വീടുകളും അടുത്തടുത്താണ്. അടുത്ത വീട് ഇത് പാവകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വീടാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ടോയ് മേക്കേഴ്സ് ഹൗസ്. പാവകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എല്ലായിടത്തും ഓരോ ബേബി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാക്കണ്ടോ ടോയ്സ് ഉണ്ടാക്കണേ. ബൊമ്മകൾ, പാവകൾ എന്നുള്ളതിനേക്കാളും ബൊമ്മകൾ എന്ന് പറയാം. ബൊമ്മകൾ ഉണ്ടാക്കുന്ന ഹൗസ് അയാൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോരോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറയിച്ച കാസ്റ്റ്, ഓരോ കാസ്റ്റുകാർക്ക് ഓരോ ജോലി ഉണ്ടാവുമല്ലോ. ആ കാസ്റ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് തോന്നുന്നു ഈ വീടുകളൊക്കെ പോകുന്നത്. ഓരോ ട്രഡീഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകൾ. ഇപ്പുറത്ത് വന്നിട്ട് കല്ലൊക്കെ വെട്ടുന്ന കൊത്തുപണിക്കാരുടെ, കല്ലൊക്കെ കൊത്തുന്ന ആൾക്കാരില്ലേ, ഉരല് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കണ, ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ. നമ്മൾ ഗുരുവായൂർ സൈഡ് പോകുമ്പോൾ കുറേ ഇങ്ങനത്തെ ആൾക്കാരെ കാണാം അല്ലേ. കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഇത്, പിന്നെ ഇപ്പോഴത്തെ എന്താ ചതയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ആൾക്കാരെ കാണാം. ഇത് അങ്ങനത്തെ ആൾക്കാരുടെ വീടാണ്. പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് അത്രയായിട്ട് പ്രോപ്പറായിട്ട് പറയാനറിയില്ല. ഇതൊരു പ്രഗ്നൻറ്റ് ലേഡിയാണ്. ഒരു ബേബി എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ എന്താണ്, ഇപ്പോഴത്തെ സൈഡിലെ വീട് എന്താ നോക്കട്ടെ. ഇത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെയും കണ്ടോ ആടുകളുണ്ട്. ബാംബു വർക്കേഴ്സിൻ്റെയാണ് ഇത് വീട്. അവർ കൊട്ടകളൊക്കെ ഉണ്ടാക്കുന്നത്. കൊട്ടകൾ ഉണ്ടാക്കില്ലേ, നമ്മുടെ പഴയ കൊട്ട, അങ്ങനത്തെ സാധനം. ചൂരൽ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. കൊട്ട നിർമ്മാണം തന്നെ പറയാം. കൊട്ട നിർമ്മാണം അതുതന്നെയാണിത്. നെക്സ്റ്റ് വീട് വന്നിട്ട് ചൂലുകളൊക്കെ ഉണ്ടാക്കുന്നത്. സെയിം ഇത് തന്നെ. ചൂല്, ഉറീൻ്റെ സാധനങ്ങൾ, നമ്മൾ പണ്ട് ചട്ടിയൊക്കെ വെക്കുമ്പോൾ അടിയിൽ വെക്കുന്നില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വീടാണ്. സെയിം കൊട്ടയൊക്കെ വെക്കണേ. അതെ, പായ, മെടയ, പോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവരെന്താ മൂശാരി എന്നോ അങ്ങനെ എന്ത് പറയും. കളിമണ്ണ് കുഴയ്ക്കണുണ്ടോ? കളിമണ്ണ് കുഴച്ചിട്ട് പിന്നെ അവിടെ അതുണ്ടാക്കുന്ന പ്രോസസ്സും ആ മേക്കിംഗ് കാര്യങ്ങൾ കണ്ടോ, അങ്ങനെ അത് കാണിക്കുന്നുണ്ട്. പിന്നെ മയക്കെടുക്കുമല്ലോ നമ്മൾ, ഇങ്ങനെ എന്താ പറയുക, ചൂടാക്കിയിട്ട് മയക്കെടുക്കില്ല, അതൊരു ലേഡി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അവരത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു പാത്രം കഴുകുക. വീട്ടിലെ പണിയെടുക്കാൻ ആൾ വേണമല്ലോ ഈ തൊഴിലിൻ്റെ കൂടെ, അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആരുടെ ഹൗസാണ്? ബ്രാസ് ഉണ്ടാക്കുന്ന ആൾക്കാരാ. എല്ലാം ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് വായിച്ചാട്ടോ ഓരോന്നും പറയണേ. കോഴീൻ്റെ കുട്ടികൾ ഇതാ മുറ്റത്തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അതെ, ഇത് വീട് കണ്ടിട്ട് മുസ്ലിങ്ങളെ വീടാണെന്ന് തോന്നുന്നു. കണ്ടോ, അതെ മുസ്ലിങ്ങളാണ് അല്ലേ. അതെ, എല്ലാവരും അയാളുടെ ക്യാപ്പ്. പിന്നെ അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ടല്ലോ, അതിലത് കാണാം. കണ്ടോ, മുസ്ലിംസാണ് ഇവർ. കോപ്പറൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, കോപ്പർ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ചെമ്പൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ, ചെമ്പല്ലേ, അലൂമിനിയം അങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെയുള്ള വീട് വന്നിട്ട് ബാർബർമാരുടെ വീടാണ് കേട്ടോ. പണ്ടത്തെ ബാർബർ ഷോപ്പുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ വീട്ടിലിരുന്ന് അവർ ചെയ്യും. ചിലപ്പോൾ വീടുകളിൽ പോയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, വീടുകൾ തോറും പോയിട്ടായിരിക്കും. കണ്ടോ, പഴയ ബ്രഷൊക്കെ കണ്ടോ. ഇപ്പോൾ ഷേവ് ചെയ്ത് കൊടുക്കുക, മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊക്കെയല്ലേ നമ്മൾ വീട്ടിലൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണത്. പണ്ടൊക്കെ ആരും വീട്ടിലൊന്നും ചെയ്യില്ല. അതിൻ്റേതായ ആൾക്കാരുണ്ടാവും, അവർ മാത്രമാണ് ചെയ്യുക. ഇപ്പം നെക്സ്റ്റ് ഈ ഭാഗത്ത് വള ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വീടാണ്. കണ്ടോ, കുപ്പിവള. അന്നൊക്കെ കുപ്പിവളയാണല്ലോ കൂടുതൽ എല്ലാവരും ധരിച്ചിരുന്നത്. ഇന്നത്തെ പോലെ ഇങ്ങനെ വേറെ എന്താ പറയുക, ഇപ്പോഴും ആൾക്കാർ ഇടുന്നുണ്ട് കുപ്പിവളകൾ. ഇവിടെ പ്രത്യേകിച്ചിട്ടോ, ഇവിടെ എന്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും നമ്മൾ ആ പൂജയ്ക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ലേഡീസിന് ഇവർ വള, ബ്ലൗസ് പീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും. പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കിട്ടും, വളകൾ. ഇത് മെയിനാണ് അവരെ കുപ്പിവളകളിടുക. കല്യാണം കഴിഞ്ഞ ലേഡീസ് കുപ്പിവളകൾ ഇടണം. വേറെ ഉള്ളത് കാർപ്പൻറ്റേഴ്സ്, ആശാരിമാരുടെ പണിശാലയാണിത്.
ഇപ്പം നമ്മൾ കാണുന്നൊക്കെ പണിശാലകൾ, വീടുണ്ട്, വീടോട് ചേർന്നിട്ട് തന്നെയാണ് അവരുടെ പണിശാലകൾ. അപ്പോൾ ഇതാണ് കണ്ടോ. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വീടെടുക്കുമ്പോൾ ഇതുപോലെ വന്നിട്ട് ഇവരിങ്ങനെ ഒരയോട് വര. അതാണിത് സംഭവം. പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യണത്. റെഡിമെയ്ഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അധികം വീടുകളിൽ കണ്ട് ഈർച്ചവാളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. ഈർച്ചവാൾ ചുമലിൽ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെയാണ്. ഇനി നെക്സ്റ്റ് കാർപ്പൻറ്റേഴ്സിൻ്റെ ഹൗസ്. ഇതും അത് തന്നെയാണ് കേട്ടോ. സ്റ്റാച്ചു പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ സ്റ്റാച്ചു അല്ല കേട്ടോ, അത് ഒറിജിനൽ ലേഡിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചു. ഇത് സ്കൂൾ ടെമ്പിൾ. ഇത് സ്കൂളാണ്, ടെമ്പിളല്ല. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയാണല്ലോ, ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയും. വീടുകളിലേക്ക് പോയിട്ട് പണ്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. ഇതാണ് കണ്ടോ, വീടുകളിലാണ്, ട്യൂഷൻ പോലെ. ഇപ്പം നമ്മൾ ട്യൂഷൻ ഒക്കെ എടുക്കുന്ന പോലെ ആയിരുന്നു കണ്ടോ. സാറ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പണ്ടത്തെ ടീച്ചേഴ്സിൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ട് ഇടും അവർ, അവരുടെ ഒരു എന്താ പറയുക ഐഡൻറ്റിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് ഇട്ട് നമ്മൾ മൂവികളിലൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. മീൻ വിൽപ്പനക്കാരി കണ്ടോ, മീൻ മുക്കവത്തി എന്ന് പറയില്ലേ, അവരുടെ ഡ്രസ്സ് ഇതുപോലെ തന്നെയാണല്ലോ അവരുടെ ഡ്രസ്സ്. നാട്ടിലല്ല, കർണാടക ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് അവരുടെ ഡ്രസ്സിങ്. ഒരു പട്ടി മീൻകാരിയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇതും ഇങ്ങനെ കൊത്തുപണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീടാണ് കേട്ടോ. കല്ലുകൊണ്ട് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഉരല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. കരിങ്കല്ല് കൊത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കില്ലേ, അതാണ്. ഈ അമ്മമ്മ മഞ്ഞൾ അരയ്ക്കാൻ തോന്നുന്നു. ഇതൊക്കെ സാധാരണ ആൾക്കാരുടെ, മുക്കവന്മാരുടെ വീട്. ഇതാ മുക്കവന്മാരുടെ വീട്. അതാണ് മീൻ നേരത്തെ കൊണ്ടുപോകണം നമ്മൾ കണ്ടത്. ഇവിടെ ഒരു കുട്ടി അടിച്ചവരുണ്ട്. ഇതാണ് മുക്കവന്മാരുടെ വീട്. പിന്നെ ഇതാ കണ്ടോ, വിറക് കൊണ്ടുപോകണുണ്ടോ. അപ്പോൾ ഓരോരോ പണിക്കനുസരിച്ച് അവരുടെ ഡ്രസ്സിങ്ങിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഷൂ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ, കോബ്ലേഴ്സിൻ്റെ ചെരുപ്പുത്തീൻ്റെ വീടാണിത്. ആ വയസ്സായ ആളെ കണ്ടോ, അത് ഇവിടെയുള്ള അത് നരച്ചത് വരെ അവർ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കൊരു നമ്മളൊരു ഗ്രാമവാസികളെ കണ്ട ഒരു പ്രതീതിയാണ്. പിന്നെ ഇപ്പോൾ ഈ ഇതൊരു ജംഗിൾ സൈഡായിട്ട് അവർ കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ പന്നികളൊക്കെ കാണാം. ഓൾമോസ്റ്റ് ഇവിടെ ഇപ്പം നമ്മൾ ഈ ഇവരുടെ വീടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഇപ്പോൾ കുറച്ച് അവരുടെ പണികൾ എടുക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമല്ലോ പശുവിനെയൊക്കെ കൊണ്ട്, അങ്ങനത്തതാണ് കാണിക്കുന്നത്. ഏകദേശം വീടിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തതാണ്. അപ്പം വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാട്ടോ വന്നത്, ദുർഗ വാര്യർ. ഞങ്ങൾ രണ്ടാളും കൂടി വന്നത്. കുറച്ച് ആൾക്കാരുണ്ടാവുന്നുണ്ടോ, പിന്നെ മാസ്ക് ഇടാത്തത്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു വീടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്, ഇവരുടെ കൃഷി സ്ഥലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് പോവാം കേട്ടോ.
നമ്മളിപ്പോൾ ഏകദേശം എക്സിറ്റ് കഴിയുമ്പോൾ കാണുന്നൊരു സ്ഥലമാണിത്. ഒരു കുളം, കമ്പാല എന്ന് പറഞ്ഞിട്ട്. ഇത് ഇവർ പറയുന്നത് ബഫല്ലോ റേസ് നടക്കുന്ന സ്ഥലമാണിത്. ഇത് മെയിൻ നമ്മൾ കാസർഗോഡാണ്, കാസർഗോഡ് കേരള ആണ് ഇവർ പറയുന്നത് നടക്കുന്ന ഒരു ഇതാണ്, എന്താ പറയുക, ഒരു റേസാണ്, ബഫല്ലോ റേസ്. ആൾക്കാരൊക്കെ കാണുന്നില്ലേ കുളത്തിൽ. നമ്മളിത് തമിഴ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, കമലഹാസൻ്റെ മൂവിയിലൊക്കെ ഇതിലൊന്ന് കണ്ടിട്ടുണ്ട് ഈ റേസ്. ഇത് ഫേമസ് ആണല്ലോ ഈ ബഫല്ലോ റേസ്. പക്ഷെ കുളത്തൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങനെ പാടത്തുനിന്ന് കണ്ട ഓർമ്മ എനിക്കുള്ളത്. ഇത് കുളത്തിലാണ് നടക്കുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുകയാണ്, അതാണ് കാണിക്കുന്നത്. ഈ ഇതിൻ്റെ ഇപ്പോൾ ഇവരുടെ ഈ ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു കഴിവ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇത് നോക്കൂ, ഈ ഒരു പോസ് നോക്കൂ. ശരിക്കും അയാൾ നമ്മൾ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ വെക്കുന്ന കാല്, അതിൻ്റെ മസിൽസ് കണ്ടോ, കാലിൻ്റെ മസിൽ വരെ ഓടുമ്പോൾ അയാളുടെ കയ്യിൻ്റെ ഒക്കെ കണ്ടില്ലേ, ആ ബോഡിയുടെ മസിൽ തന്നെ അല്ലേ അതുവരെ കാണിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് നമ്മുടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അതുവരെ അവർ ശരിക്ക് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു അവരുടെ കഴിവ് കണ്ടില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കഴിവ് ശരിക്കും നമുക്ക് വ്യക്തമാവും. കണ്ടോ, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് മോഡൽ വില്ലേജിൻ്റെ ഒരു റൂറൽ ലൈഫ് കാണിക്കുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഓൾമോസ്റ്റ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യൂ, ഈ ബാംഗ്ലൂരിൽ എല്ലാ ആൾക്കാരുടെ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് തന്നെ ഇതൊരു പുതിയ അറിവായിരുന്നു. എൻ്റെ ഒരു കസിനാണ് ഈ ഒരു ഏരിയ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. പിന്നെ സെക്യൂരിറ്റി വിസിൽ അടിച്ചതാണ് അതിൻ്റെ സൗണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് സൺഡേ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടും ഈ പാരൻസിനെ കൊണ്ടും വരാം കേട്ടോ. അവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, അവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അധികം ചാർജും ഇല്ല, നമുക്ക് 50 റുപ്പീസേ വരുന്നുള്ളൂ ടിക്കറ്റ് ചാർജ്. പക്ഷേ വെള്ളം ഫുഡും ഒക്കെ കൊണ്ടുവരണം, അതൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്യാമറ അലൗഡ് അല്ലാതെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ ഫോണിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. അപ്പോൾ 1 ഡേ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് തന്നെ പറയാം. അപ്പം നല്ലൊരു ഇതാണ്. അപ്പം ഏകദേശം ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വരയ്ക്കും. എല്ലാവർക്കും ബൈ ബൈ.